ഒരു മലയാളിയോട് ഇഷ്ട ഭക്ഷണം ഏതാ ഇല്ലെങ്കിൽ ഒരു വികാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഫുഡ് ഐറ്റം എന്താന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അവര് പറയും അത് പൊറോട്ടയാണെന്ന്. വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവര് പൊറോട്ട കഴിക്കാമോ? കഴിക്കുവാണെങ്കിൽ തന്നെ അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണ്. മാത്രമല്ല ഒത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഈ പൊറോട്ടയുടെ ടേസ്റ്റും ഹൈലൈറ്റും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു പൊറോട്ടയിൽ തന്നെ കാലറി വാല്യൂ ഒത്തിരി കൂടുതലാണ്. ഒരു പൊറോട്ട എടുക്കുവാണെങ്കിൽ അതിൽ 300 to 350 കാലറീസ് വരുന്നുണ്ട്. അപ്പോൾ 2 പൊറോട്ട കഴിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മീലിൽ എന്തോരം കാലറി വാല്യൂ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മൈദയിൽ ഫൈബർ കോണ്ടന്റ് തീരെയില്ല. ഫൈബർ കോണ്ടന്റ് കുറവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ഗെയിൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവര് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മീലില് കഴിക്കുന്ന പൊറോട്ടയുടെ എണ്ണം കുറയ്ക്കുക. 2 പൊറോട്ട കഴിക്കുന്ന സ്ഥലത്ത് 1 പൊറോട്ട ആക്കി ചുരുക്കുക. പിന്നെയും നിങ്ങൾക്ക് ഒരു ബ്രെഡ് കൂടെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചപ്പാത്തിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടൊരു ഓപ്ഷൻ എടുക്കുക. പിന്നെ ചെയ്യാനുള്ളത്, ഇതിന്റെ കൂടെ തന്നെ ധാരാളം സാലഡ്സ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാം. മിക്ക റെസ്റ്റോറൻറ്റ്സിലും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് സാലഡ്സ് പലരും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫൈബർ ഇല്ലാത്ത ആ പ്രശ്നവും മാറിക്കിട്ടും, കാലറീസ് നമുക്ക് ഒത്തിരി അധികം എക്സീഡ് ആവാതെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. ഫുഡ് പലപ്പോഴും നമുക്ക് ഇമോഷനാണ്. അപ്പോൾ ഫുഡുമായിട്ടുള്ള റിലേഷൻ മോശമാക്കുന്നതിന് പകരം എങ്ങനെ വൈസായിട്ട് ഇങ്ങനെ ബാലൻസ് ഒക്കെ ചെയ്ത് കഴിക്കാം എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാം.